സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷെ അപ്പോഴും സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോവിഡ് വ്യാപനത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ആരോഗ്യഭാരതി ആവശ്യപ്പെട്ടു. ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണവും വ്യാപനത്തിന്റെ തോതും സർക്കാർ വ്യക്തമാക്കണമെന്നും ആരോഗ്യഭാരതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നലെ വരെയുള്ള കണക്കിൽ 1435 കോവിഡ് രോഗികളാണുള്ളത്. അതേസമയം 8 മരണവും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശങ്ക. വിശദാംശങ്ങളിലേക്ക് പോകാം. പ്രശാന്തുണ്ട്. പ്രശാന്ത്, ഈ കോവിഡ് രോഗം സംബന്ധിച്ച് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതിൽ നിന്നാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലാണ് ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉള്ളത് എന്ന്. ഇന്നിപ്പോൾ ഈ കണക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴും 8 മരണം സംഭവിച്ചു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഗൗരവത്തോടെ ഒരു സമീപനം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്? വീണ, 2025 അതായത് ഈ വർഷം പിറന്നതിന് ശേഷം 8 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഈ ഒരു മാസത്തിനിടയിലാണ് ഈ 3 മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മരണം ഇത്രയും മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും വേണ്ടത്ര ജാഗ്രത പുലർത്താൻ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ രോഗികളുടെ, അതായത് മരിച്ചവരുടെ ഡീറ്റെയിൽസ് പോലും, വിവരങ്ങൾ പോലും, ആരാണ് എവിടെയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പോലും നൽകുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. മാത്രമല്ല, കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. ദേശീയമായി നോക്കുകയാണെങ്കിൽ, അതായത് രാജ്യവ്യാപകമായി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കേരളത്തിലാണ്, സംസ്ഥാനത്താണ്. 1400 മുകളിലേക്ക് ഇപ്പോൾ എത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സർക്കാരിൻ്റെ നിസ്സംഗത അത് തുടരുക തന്നെയാണ് ചെയ്തത്. തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തത്തക്കവണ്ണമുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ സമീപനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം എപ്രകാരമാണ് ഇതിൻ്റെ ഒരു തീവ്രത വന്നതെന്നും അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തതെന്നും അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു മുൻപരിചയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതിരോധിക്കാമെന്നിരിക്കെ നിലവിൽ അത്തരം നടപടികളിലേക്കൊന്നും ആരോഗ്യവകുപ്പ് പോയിട്ടില്ല. യാതൊരു മുന്നറിയിപ്പും പൊതുസമൂഹത്തിനായിട്ട് യാതൊരു മുന്നറിയിപ്പും, അതായത് കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നുണ്ട്, ഒമിക്രോൺ വകഭേദമാണ് പടർന്നു പിടിക്കുന്നത്, നിങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ ഇങ്ങനെ വേണം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ എന്ത് മുൻകരുതൽ നടപടികൾ എന്ത് വേണം സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശമായിട്ട് നൽകാവുന്നതാണ്. എന്നാൽ അത്തരം നിർദ്ദേശങ്ങളൊന്നും നിലവിൽ നൽകുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻകരുതൽ നൽകിക്കൊണ്ടുള്ള യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങളും നിലവിൽ നൽകിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒമിക്രോൺ വകഭേദം അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീവ്രത കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ടായേക്കും എന്ന വിലയിരുത്തലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിലേക്ക് എത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സംഗത എന്നതാണ് ഏറ്റവും ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഇത്രയും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, രോഗം തീവ്രമായി വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ വലിയ നിസ്സംഗത തന്നെയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. ഇതിൽ ഒരു നടപടി ആവശ്യമാണെന്ന അതായത് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടൽ സർക്കാരിൻ്റെത് ആവശ്യമാണെന്ന ആവശ്യവും എന്തായാലും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ഒരു 2020 നിന്നും ഭിന്നമായിട്ട് വീണ്ടും നമ്മൾ കോവിഡിനെ മുക്തമാക്കിയതാണെങ്കിൽ വീണ്ടും അത് കോവിഡ് രോഗം പടർന്നു പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ട്. രാജ്യത്തെ ഒരു സ്ഥിതി നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംസ്ഥാനത്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, കേരളത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രിയിൽ എത്തുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഒന്നും ഇതുവരെ തന്നെ നൽകിയിട്ടില്ല. സ്വയം ജനങ്ങൾ ഇത് മാധ്യമങ്ങളുടെയുള്ള വാർത്തകളിലൂടെ ഒരു പ്രതിരോധം തീർക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഒരു നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത്. എന്തായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോവിഡിൻ്റെ തീവ്രത എന്താണെന്നും കോവിഡ് എന്താണ് ഈ ലോകത്ത് വിതച്ചതെന്നെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിച്ചവരാണ്. ആ സാഹചര്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ മുൻകരുതൽ എടുക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ്
ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് നിൽക്കുന്നത്. കോവിഡ് രോഗം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ 1400 മുകളിലേക്ക് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 8 മരണം സംഭവിച്ചിരിക്കുന്നു ഈ വർഷം തന്നെ. ഈ വർഷം 8 മരണം, അതും ഈ ഒരു മാസത്തിനിടയിൽ 3 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന എണ്ണത്തിൽ നേരത്തെ ഒരു മധ്യവയസ്കരാണ്, അല്ലെങ്കിൽ ഒരു മധ്യവയസ്കന് മുകളിലേക്കുള്ളവരാണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ യുവാക്കളും മരണപ്പെടുന്നു എന്നതും ഏറ്റവും ഭീതിയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നമ്മൾ വാക്സിൻ എല്ലാം എടുത്തതാണ്, അതിനുശേഷവും ഈ കോവിഡ് രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ വേണം ഇനി തുടർന്ന് മറ്റ് നേരത്തെ ഉണ്ടായതിൽ നിന്നും എത്രത്തോളം തീവ്രതയുണ്ടെന്നും അതോടൊപ്പം തന്നെ ഏത് രീതിയിൽ വേണം പ്രതിരോധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിതീവ്ര നടപടികൾ എന്നതിൽ സത്വര നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജനങ്ങൾക്കും അതിൻ്റെ അവയർനെസ് കൊടുക്കേണ്ട സാഹചര്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഇതിൽ ഒരു ഉപേക്ഷ സർക്കാർ വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് വിചാരിക്കുകയാണെങ്കിൽ, അത് കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. വീണ. ഓക്കെ, ശരി. പ്രശാന്ത് പറഞ്ഞതുപോലെ ഇത് അടിയന്തരമായി നടപടികൾ വേണമെന്നിരിക്കെ ഇതിൽ ഒരു വ്യക്തത പോലും വരുത്താത്ത സാഹചര്യമുണ്ട്. ആ നിസ്സംഗത തുടരുന്നത് തന്നെയാണ് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. കാരണം ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റുമോ ലഭിക്കുന്നുമില്ല. ഇതിൻ്റെ ഒരു വ്യാപന തോത് പോലും നമുക്കിപ്പോഴും അവ്യക്തമായി തുടരുകയാണ്.